ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന നിരാഹാര സമരം നടന്നു. AISF, AIYF പുനലൂർ മണ്ഡലം കമ്മിറ്റിയാണ് നിരാഹാര സമരം നടത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ AIYF, AISF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത്. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S വിനോദ് കുമാർ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. മോഡി നല്ല നടനാണ്, മോഡി നല്ല വ്യക്തിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ നെഹ്റുവിന് ശേഷം ഇത്രയും മനോഹരമായി പ്രസംഗിച്ച് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരാളില്ല. കള്ളം ഏറ്റവും നന്നായി ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ മോഡിക്ക് സാധിക്കും. ഇന്ത്യയിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കാൻ ഓസ്കാർ കമ്മിറ്റി തീരുമാനിച്ചാൽ ഇന്ത്യയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട് അതിനർഹതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ആ ആളിന്റെ പേരാണ് നരേന്ദ്രമോദി. ആ മോഡി രാജ്യത്തെ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും എല്ലാം അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് നിൽക്കുമ്പോ വീണ്ടും വരികയാണ് അവരുടെ മുമ്പിലേക്ക്. നിങ്ങൾക്ക് എന്താണ് ഈ രാവിലെ 10 മണിക്കോ 8 മണിക്കോ അല്ലെങ്കിൽ രാവിലെ മനുഷ്യരെല്ലാം ഉറങ്ങാതിരിക്കുമ്പോ നിങ്ങൾക്ക് പ്രിന്റഡ് മീഡിയയിലൂടെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ ഏറ്റവും കൂടുതൽ വാചക കസർത്ത് നടത്തുന്ന നരേന്ദ്രമോദിക്ക് എന്തേ സാധ്യമാകാത്തത്? AIYF പുനലൂർ മണ്ഡലം സെക്രട്ടറി S രാജ്ലാൽ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി നിരവധി തവണ ജയിലിൽ പോയതാണ്. ഇപ്പൊ അവരെന്താ പറയുന്നത്? ഞങ്ങള് നാഷണൽ സെക്യൂരിറ്റി നിയമം നിങ്ങളുടെ പുറത്ത് നടപ്പാക്കി. നാഷണൽ സെക്യൂരിറ്റി നിയമം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് 12 മാസക്കാലം നിങ്ങളെ അങ്ങ് തടവിൽ പാർപ്പിക്കും. ഇവിടെ എല്ലാം ഞങ്ങളടക്കമുള്ളവർ ഇവിടുത്തെ നീതികേടിനെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയവരാ. ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് അല്ല, വിനോദം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് 22 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ പോയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്തിനു വേണ്ടിയാ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിൽ പോകാൻ തയ്യാറുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. ഇവിടുത്തെ യുവജനങ്ങൾ ഞങ്ങൾ തയ്യാറാണോവേ? നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? ഏത് നിയമം ഉപയോഗിച്ചും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമല്ലോ. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾ തയ്യാറാണ്. AISF പുനലൂർ മണ്ഡലം സെക്രട്ടറി ആദർശ പ്രദീപ് സ്വാഗതം പറഞ്ഞു. CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, AISF കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശനൻ, CPI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം L ഗോപിനാഥപിള്ള, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ J ജ്യോതികുമാർ, J ഡേവിഡ്, CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ F കാസ്റ്റലസ് ജൂനിയർ, രാഹുൽ രാധാകൃഷ്ണൻ, സുജാത, വിഷ്ണുദേവ, AIYF കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ്, AISF കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അക്ഷയ് ഷിജു, ഐസക് ജോയി, AIYF പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സിവിൽ ബാബു, AISF മണ്ഡലം പ്രസിഡന്റ് ഷെമീജ് കജുതുരുട്ടി, അനിത T, രഞ്ജിത മോഹൻ, ഹരികൃഷ്ണൻ, ഫാത്തിമ സുധീർ, ഗൗരീനന്ദന, അഖില സുധാകരൻ, ദേവദത്ത്, പ്രജീഷ്, അനന്തു, അനഘ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.